എല്ലാവർക്കും ഹാപ്പി ഓണം. സൈഫുനിസയും ഷീനയുമാണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത്. സൈഫുനിസയിലേക്ക് ആദ്യം. സൈഫുനിസ, അത്തച്ചമയം പതിവിലും ഗംഭീരമായി തന്നെ നടക്കുന്നു എന്നാണ് തോന്നുന്നത്. സാധാരണ പതിവായി അത്തച്ചമയത്തിന്റെ ദിവസം ഒരു ചെറിയ മഴ പെയ്യാറുണ്ട്. ഇന്നിപ്പം മഴയൊന്നുമില്ല, മഴ മാറി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തോടെ കാഴ്ചക്കാരും കൂടിയിട്ടുണ്ടല്ലേ? തീർച്ചയായും ഹർഷൻ, അനുകൂല കാലാവസ്ഥയാണ്. നമുക്ക് വലിയ ജനപങ്കാളിത്തം കാണാൻ കഴിയും ദൃശ്യങ്ങളിൽ തന്നെ. ഇപ്പോൾ ഈ അത്തച്ചമയത്തിന്റെ ആദ്യ കലാരൂപങ്ങൾ, ഘോഷയാത്രയുടെ ഭാഗമായുള്ള ആദ്യ കലാരൂപങ്ങൾ ഇപ്പോൾ തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഫ്രണ്ടിൽ ആനയുണ്ട്, അതിന് പിന്നിൽ തിറയുണ്ട്. അങ്ങനെ ഓരോ കലാരൂപങ്ങളായി ഈ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകളായി, ഏകദേശം 8:30 മുതൽ അക്ഷമയോടെ കാത്തുനിന്ന ആളുകളാണ്. അതായത് 9:30 തന്നെ ഘോഷയാത്ര ആരംഭിക്കുമെന്നറിഞ്ഞ് 8:30 മുതൽ തന്നെ വന്ന് ബാരിക്കേഡിന്റെ പിന്നിൽ സ്ഥാനം പിടിച്ച ആളുകളാണ്. 2 മണിക്കൂറോളം വൈകിയാണ് ഇവിടേക്ക് ഇപ്പോൾ ഘോഷയാത്ര. കാരണം കൃത്യം 9:30 ആകുമ്പോൾ അവിടെ നിന്ന് പുറപ്പെടുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ 11 മണിയായി പുറപ്പെടാൻ തന്നെ. എന്തായാലും ഇപ്പോൾ ഇവിടേക്ക് എത്തി. ഇപ്പോൾ ഈ ഭാഗത്തു കൂടി കടന്നു പോവുകയാണ്. ഘോഷയാത്ര കാണാനുള്ള തിരക്കുകളാണ്. ഓരോ കുട്ടികളെയൊക്കെ തലയിലും കഴുത്തിലും ഒക്കെ കയറ്റി വെച്ചാണ് ഓരോരുത്തരും ഈ പുതിയ അവരുടെ ഉള്ളിലൊക്കെ ഏറ്റവും പുതിയൊരു കാഴ്ചയാണല്ലോ. ആ കാഴ്ചകളൊക്കെ അവർ പരിചയപ്പെടുത്തുകയാണ്. തൃപ്പൂണിത്തുറയിൽ നിന്ന് മാത്രമല്ല, പരിസര പ്രദേശങ്ങളിൽ നിന്ന്, നമ്മുടെ ജില്ലയ്ക്ക് പുറത്തു നിന്നൊക്കെ ഒരുപാട് പേർ ഇവിടേക്ക് ഈ അത്തച്ചമയ ഘോഷയാത്ര കാണാൻ വന്നിട്ടുണ്ട്. ഈ തൃപ്പൂണിത്തുറക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വികാരത്തിൻ്റെ ഭാഗമാണ്, അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ആ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ഈ അത്തച്ചമയ ഘോഷയാത്രയും അതിൻ്റെ പിന്നാലെയുള്ള പൂക്കളമിടലാണെങ്കിലും കലാപരിപാടികളാണെങ്കിലും ഒക്കെ. ഇന്ന് മുഴുവൻ, അതായത് ഇന്ന് രാത്രി നാളെ പുലരുവോളം ഇവിടെ കലാപരിപാടികൾ ഓരോന്നോരോന്നായി അരങ്ങേറും. എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെ അടുത്ത് തന്നെയാ. എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷവും വരാറുണ്ട്. കുട്ടികളൊക്കെ വരാറുണ്ടോ? കണ്ടിട്ടുണ്ടോ ഇതിനു മുന്നിൽ സമയഘോഷയാത്ര? അത് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്. എങ്ങനെയുണ്ട്? കണ്ടിട്ട് എങ്ങനെയുണ്ട്? കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ലയാ. കാണുക. ഓണത്തിന്റെ വൈബിലേക്ക് ഇപ്പൊ തോന്നി. തോന്നി. ഓണം വന്നു എന്ന് തോന്നിയല്ലേ? തോന്നി. അതാണ് നമുക്ക് ഇത്രയില്ല. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. എവിടെ നാട് എവിടെയാ? എൻ്റെ വീട് തിരുവല്ല, പത്തനംതിട്ട. അവിടെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, ഇത്രയും ഇതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ നിന്ന് ഓണത്തിന്റെ വരവ് അറിയിക്കുന്നത് തൃപ്പൂണിത്തുറയിൽ നിന്നാണ് എന്നാണ് ഒരു വിശ്വാസം. തൃക്കാക്കര അപ്പന്റെ നാടൊക്കെയാണല്ലോ എറണാകുളം. അപ്പോൾ തൃക്കാക്കര അപ്പന്റെ നാട്ടിൽ നിന്ന് അത്തപതാക കൊണ്ടുവന്ന് അത് നഗരസഭ അധികൃതർക്ക്, രാജകുടുംബാംഗങ്ങൾ കൈമാറി. ഇന്ന് രാവിലെ അത് സർക്കാരിന്റെ പ്രതിനിധികളായി മന്ത്രി എം പി രാജേഷും പി രാജീവും, ഒപ്പം തന്നെ കലാകാരന്മാരുടെ ഭാഗത്ത് നിന്ന് ജയറാമും, ഒപ്പം തന്നെ രമേശ് പിഷാരടിയും ഒക്കെ എത്തി. ഇവിടെ രമേശ് പിഷാരടിയും ഒക്കെ എത്തി. ഇവിടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഘോഷയാത്ര ഓരോന്നോരോന്നായി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മുത്തുകൂടെയൊക്കെ ആയി അതിന് പിന്നിൽ അടുത്ത സംഘം അണിനിരക്കുന്നു. ഇതിന് പിന്നാലെയാണ് ഫ്ലോട്ടുകളൊക്കെ വരിക. എവിടെ നിന്നാണ് വരുന്നത്? തൃപ്പൂണിത്തുറ ഇവിടെ തന്നെയാണ്. അപ്പൊ ഇത് പണ്ട് മുതലേ കാണുന്നതായിരിക്കും. അതെ അതെ അതെ. ഇവിടെ ഏത് ഫ്ലോട്ടാണ് ഇഷ്ടം കൂടുതൽ കാണാനായിട്ട്? ഏത് കലാരൂപം കാണാനാണ് ഇഷ്ടം? എല്ലാം നല്ലതാണ്, എല്ലാം ഒന്നിനൊന്നും വെച്ചം. പുലിക്കളി കാണാനാണോ ഇഷ്ടം? എല്ലാം അടിപൊളിയാണ്. സമയം നല്ല രസമാണ്, കാണാൻ നല്ല രസമാണ്. ഇവിടെ ഉച്ചവരെ ഉണ്ടാവും. തിരിച്ചിവിടെ ഗ്രൗണ്ടിൽ പ്രവേശിക്കുന്നത്. ഇവിടെ വർക്ക് ചെയ്യാണ്, അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ഇതും നടക്കുന്നുണ്ട്. അതാണ്. എന്തായാലും നടക്കട്ടെ കാര്യങ്ങളെല്ലാം. എന്തായാലും പുതുമയാണ് ഓരോരുത്തർക്കും. പല നാടുകളിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഇതൊരു പുതുമയാണ്. അല്ലാത്തവർക്കിത് നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ പരിപാടികളൊക്കെ. അതുകൊണ്ട് വിദേശത്തു നിന്നുള്ള ആളുകളൊക്കെ തന്നെ എത്തിയിരിക്കുന്നു. ഇവിടെ പല നാടുകളിൽ നിന്നുള്ള ആളുകളുണ്ട്. അതിനൊപ്പം തന്നെ ഇവരുടെയൊക്കെ റീൽസും നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഗ്രൗണ്ടിൽ നിന്നപ്പോഴൊക്കെ ഒരുപാട് റീൽസുകാരാണ്. കാരണം കാലം മാറുന്നതോറും ഇവിടുത്തെ ആഘോഷം ആസ്വദിക്കാൻ എത്തുന്നവരുടെ ഓരോരോ കാഴ്ചപ്പാടുകളിലും വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ്. കലാകാരന്മാരും അവരുടെ കൂടെ റീൽസിനുള്ളൊരു സംഘം കൂടിയായിട്ടാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ, പുതിയ കാഴ്ചകൾ നമ്മൾ ഓരോ മണിക്കൂറിലും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹർഷൻ. എന്തായാലും എല്ലാ കലാരൂപങ്ങളും, മിക്കവാറും ഈ ക്ഷേത്ര കലാരൂപങ്ങളും ഒക്കെ തന്നെ ആ നിലയ്ക്ക് പരിഗണിക്കുന്ന കലാരൂപങ്ങളും ഒക്കെ അവിടെ അണിനിരന്നിട്ടുണ്ട്. അതല്ലാത്ത കലാരൂപങ്ങളും എല്ലാം അണിനിരന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒരിടത്ത് കാണാൻ കഴിയുന്ന ഒരു പരിപാടി എന്നത് മിക്കവാറും തൃപ്പൂണിത്തുറ അത്തച്ചമയമായിരിക്കും അല്ലേ? കളരിപ്പയറ്റ് വേണമെങ്കിൽ കളരിപ്പയറ്റ് കാണാം, അതല്ല മയൂര നൃത്തം കാണണമെങ്കിൽ അത് കാണാം. ഇങ്ങനെയെല്ലാം, അതായത് ഇത് ഓരോന്നോരോന്നായി നടക്കുന്ന ഒരു പ്രദേശത്ത് ചെന്ന് നിന്ന് കാണുന്നത് പോലെയല്ല. ഇതെല്ലാം ഒരുമിച്ച് ചേരുന്ന ഒരു സ്ഥലത്ത്
പരിസരത്ത് വന്ന് നിന്ന് കാണുന്നത്. ആ നിലയ്ക്ക് അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് ആ ഒരു പ്രത്യേകത കൂടിയുണ്ടല്ലോ. ഷീന കൂടി ചേരുന്നുണ്ട്. ഷീന, എങ്ങനെയാണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ? ഹർഷൻ, ഘോഷയാത്ര ആരംഭിച്ചു. തൃപ്പൂണിത്തറയുടെ ഒരു ഓണം വൈബിലേക്ക് വന്നു തൃപ്പൂണിത്തറ. നമ്മളെല്ലാവരും ആ വൈബിനോടൊപ്പം അങ്ങ് കൂടി ചേർന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കലാരൂപങ്ങളും ഒരുമിച്ച് കാണാൻ കഴിയുക എന്നുള്ളതിൻ്റെ പ്രത്യേകത തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആഘോഷം, അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ആസ്വദിക്കുന്ന ഒരു ആഘോഷം കൂടിയാണ് ഓണം എന്ന് പറയുന്നത്. ആ ഓണത്തിന് വരവറിയിച്ചുകൊണ്ടുള്ള തൃപ്പൂണിത്തറയുടെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. അങ്ങനെ ഓണം ഇന്ന് മുതൽ അങ്ങോട്ടേക്ക് കളറാക്കാൻ തന്നെ ഒരുങ്ങുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് പോലെ തന്നെ നിരവധി ഈ നൃത്ത രൂപങ്ങൾ, അതായത് മാർഗംകളിക്കാരുണ്ടായിരുന്നു, ഒപ്പനക്കാരുണ്ടായിരുന്നു, തിരുവാതിരക്കാരുണ്ടായിരുന്നു. ഇവരെല്ലാം ആ ഒരു ട്രഡീഷണൽ ഡ്രസ്സിലൊക്കെ അങ്ങ് ഒരുങ്ങി നിൽക്കുന്നത് തന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ്. ഒരു വലിയൊരു വർണ്ണക്കടലായി തന്നെ തൃപ്പൂണിത്തറ മാറി എന്ന് വേണം പറയാൻ. ഇത് ഈ ഘോഷയാത്ര ഇങ്ങനെ തുടരുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ഗവൺമെൻറ് ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ഈ ഘോഷയാത്ര ആരംഭിച്ചു. ഈ ഘോഷയാത്ര നേരെ സ്റ്റാൻഡ് വഴിയാണ് പോകുന്നത്. അവിടെ നിന്നും സ്റ്റാച്യു അങ്ങനെ കറങ്ങി തിരിച്ച് ഈ ഗ്രൗണ്ടിലേക്ക് തന്നെ എത്തിച്ചേരുന്ന വിധത്തിലാണ് ഈ ഘോഷയാത്രയൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. നിരവധി നമ്മൾ ഈ കാണുന്നുണ്ട്, നിരവധി മാവേലികളെ നമ്മൾ കാണുന്നുണ്ട്. ഒരു മാവേലിയല്ല, നിരവധി മാവേലികളുണ്ട്. അങ്ങിങ്ങുമായിട്ട് നിരവധി ക്ലബ്ബുകളുടെ മാവേലികൾ, അല്ലെങ്കിൽ നിരവധി നാടുകളിൽ നിന്നും, ഒരേ നാടുകളിൽ നിന്ന് കുറച്ചധികം പേർ അങ്ങനെ തലപ്പൊലി ഏറ്റുകൊണ്ടുള്ള കുറച്ചധികം പേർ, ശിവനും പാർവതിയും അങ്ങനെ തുടങ്ങിയ കുറച്ച് ആളുകൾ. അതിനൊപ്പം തന്നെ ഇവിടെ ഒരു ഡാൻസൊക്കെ നടക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് പുലികളുണ്ട്. അതിൻ്റെയും പുറകിലായിട്ടാണ് ഈ നിശ്ചല രൂപങ്ങളൊക്കെ തന്നെയും വരുന്നത്. അങ്ങനെ ആഘോഷമായിട്ട് മൊത്തത്തിലൊരു ഓണം കളറാക്കാനായിട്ട് ആ ഒരു വൈബിലേക്ക് തൃപ്പൂണിത്തറ എത്തിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഏറെ നേരം വൈകിയാണെങ്കിലും ഒരു 2 മണിക്കൂറോളം ഇവരുടെ എല്ലാവരുടെയും ഒരു കാത്തിരിപ്പ് തന്നെ ഉണ്ടായിരുന്നു. ഈ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളെല്ലാം കാണുന്നതിന് വേണ്ടി, ഈ രസകരമായ കാഴ്ച കാണുന്നതിന് വേണ്ടി അത്രയും നേരം ഒരു 2 മണിക്കൂറോളം ഇവരെല്ലാവരും കാത്തിരുന്നതാണ്. പക്ഷേ ഈ ചെറിയ കുട്ടികൾ മുതൽ എല്ലാവരും ഈ ഒരു ഓണത്തെ വരവേൽക്കുന്നത് എങ്ങനെയാണെന്ന് തോന്നുന്നു. അതായത് ഈ കാത്തിരിപ്പ്, നല്ല ചൂടാണ് ഇവിടെ, പക്ഷേ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നല്ല ചൂടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ വെയിലത്ത് ഏകദേശം 8 മണി മുതലാണ് ഈ ബാരിക്കേഡുകൾക്കപ്പുറവും ഇപ്പുറവും ഈ ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി ആളുകൾ എല്ലാവരും തന്നെ തിങ്ങിക്കൂടിയിട്ടുള്ളത്. അല്ലേ?